നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ എന്താ നടന്നത്? രാവിലെ ഞാൻ അവളെ മുറി നോക്കിയപ്പോ അവളെ കണ്ടില്ല. ഞങ്ങൾ ഇനി ഇവിടെ നോക്കാൻ ഒരിടം ബാക്കിയില്ല. മുറിയിലാണെങ്കിൽ രക്തത്തുള്ളികളും തുണികളും പുസ്തകങ്ങളും മറ്റും വാരിയും വലിച്ചിട്ടിരിക്കുന്നു. വേണ്ട, പറയണ്ട. എനിക്ക് കേൾക്കാൻ പോലും ഭയമാവുന്നു. എന്നെ എന്തിനാ പിടിച്ചു വച്ചിരിക്കുന്നത്? ഞാൻ എന്ത് കുറ്റാ സാറാ ചെയ്തത്? എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാ? നിനക്ക് മസാല ദോശയും ഉഴുന്നുവടയും വാങ്ങിച്ചു തരാനാ. എന്താ വരുന്നില്ലേ? എന്റെ സാറേ, ഞാൻ അവക്ക് 25 ലക്ഷം രൂപ കടം കൊടുത്തു എന്ന തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ കൊടുത്ത പണം തിരികെ ചോദിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം തെറ്റാണോ സാറേ? ചിലക്കാതിരിക്കണ. താനെന്താ വക്കീലാണോ? പോലീസുകാരെ നിയമം പഠിപ്പിക്കാൻ വരുന്നോ? തനിക്കറിയില്ല ദക്ഷ മാഡത്തിന്റെ സ്വഭാവം. അവരത് കേട്ടാലേ കൂലി ഇപ്പൊ തന്നെ കിട്ടും. എന്താ വേണോ? വേണ്ട. മനസ്സിലായടാ? രഘു, എന്തായി? ആ മേഡം. മോളെ, അവനെ വിടണം. ഇത്തവണത്തേക്കൊന്ന് മാപ്പാക്ക്. നാവിനെല്ലില്ലാത്തവന് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. മുമ്പും ഇപ്പൊ ഒന്നും നോക്കില്ല. പക്ഷേ പാവാ, ശുദ്ധന. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? ദുഷ്ടന്റെ ഫലമാ. എന്റെ മോള് ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക. അവൻ പറഞ്ഞത് സത്യമാ. പണം കൊടുത്തിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടോ എന്നുള്ള ആശങ്കയിലുണ്ടായ പൊട്ടിത്തെറിയ നമ്മൾ കണ്ടത്. ആ, അയാളെ ഇറക്കി വിട്ടേക്ക്. വലിയ ഉപകാരം മേഡം, വലിയ ഉപകാരം. കൊടുത്ത പണം തിരികെ കിട്ടാതെ വന്നപ്പോ നിങ്ങൾ അഞ്ജലി ഉപദ്രവിച്ചെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ നിഷേധിക്കോ? അയ്യോ മേഡം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ആ പണവും ഞാൻ ഉപേക്ഷിക്കാം. എനിക്ക് വയ്യ ഈ പൊല്ലാപ്പിന്റെ പിറകെ നടക്കാൻ. എനിക്ക് ഇതിലൊന്നും ഒരു പങ്കുമില്ല മാഡം. ഒരു കാര്യം ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞേക്കാം. അഞ്ജലി മിസ്സിംഗ് ആയിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നാ. അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഓരോരുത്തരും പോലീസിന്റെ സംശയത്തിന്റെ പട്ടികയിലുള്ളവരാ. ഒരാളും ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ സ്റ്റേഷൻ പരിധി വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. അഥവാ പോകേണ്ട അത്യാവശ്യ സാഹചര്യം ഉണ്ടായാൽ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പലതവണ ഞങ്ങൾ ഇവിടെ വന്നേക്കാം. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായേക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ മതിയാകൂ. പുറത്തുനിന്ന് ഒരാൾ ഇവിടെ കടന്ന് അഞ്ജലിയെ തട്ടിക്കൊണ്ടു പോകുന്നു ഞങ്ങൾ കരുതുന്നില്ല. ഒന്നുകിൽ ഉള്ളിലുള്ളവരാണ്, അതല്ലെങ്കിൽ ഉള്ളിലുള്ളവരുടെ ഒരാളുടെ സഹായത്തോടെ പുറത്തുള്ള ഒരാൾ. അതാര് ചെയ്താലും ക്രൈം ക്രൈം തന്നെയാണ്. ഈ വീട്ടിൽ ഒരു ക്രൈം നടന്നിട്ടുണ്ട്. അയ്യോ മോളെ, മോള് പറയുന്നത് അരുതാത്തതെന്തോ ഇവിടെ നടന്നു എന്നാണോ? അങ്ങനെയല്ല അമ്മേ, ഒരു സാധ്യത ഞാൻ പറഞ്ഞതാ. രഘു, താൻ ഇവിടെ നിന്ന് എല്ലാവരുടെ മൊഴിയെടുക്കണം. എന്നിട്ട് ആഴത്തിലൊന്ന് പരിധി നോക്ക. എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഓക്കെ മാഡം, മൊഴിയെടുക്കാം. എൻക്വയറി ഉടനെ തന്നെ ആരംഭിക്കുകയും ചെയ്യാം. ഓക്കെ. ഓക്കെ മാഡം. ഇതിപ്പോ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞ അവസ്ഥയായി. അരിയും തിന്ന് ആരെയെ കടിച്ചിട്ട് പിന്നെ നാക്കി മുറുമുറുപ്പ്. അതുപോലെയായി എന്റെ കാര്യം. നിങ്ങളാ കൊച്ചുമോള് എന്റെ കയ്യിൽ നിന്ന് 25 ലക്ഷം കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ പോലീസിന്റെ തെറിവിളി കേൾക്കുകയും ചെയ്തു. അവളെന്റെ കൈ കിട്ടിയോണ്ടല്ലോ, ഒലക്കായിട്ട് അവളെ മണ്ടയടിച്ച് ഞാൻ പൊട്ടിക്കും. നോക്കിക്കോ. എടാ മോനെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നടക്കാൻ വയ്യ. നീ ഒരു ഓട്ടോറിക്ഷ വിളിക്കടാ. ഓട്ടോറിക്ഷ എയർപ്ലെയിൻ കൊണ്ട് തരാം. എന്റെ 25 ലക്ഷം കൊണ്ട് കടലിൽ കളയാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തിയ. വേണമെങ്കിൽ നടന്നങ്ങ് വന്നാൽ മതി. പിശുക്കൻ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല. ഇങ്ങനൊരു സാധനം. മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത്? കൊച്ചുമോളെ പറ്റിച്ചോണ്ട് 25 ലക്ഷം രൂപ നിങ്ങൾ തരുമെന്നാണ്? ഇതെന്ത് സ്വഭാവമാടാ? എന്ത് പറഞ്ഞാലും പണം പണം പണം. അതൊന്നും അല്ല. നിനക്കറിയാലോ അഞ്ജലി മോളോട് എനിക്കുള്ള ഇഷ്ടം, അതുപോലെ തിരിച്ച് അവൾക്ക് എന്നോടുള്ള ഇഷ്ടം. ഓ, അതൊക്കെ അറിയാം. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം എന്ന് വെച്ച് ഞാൻ നഷ്ടം സഹിക്കണം. അതല്ലടാ മോനെ,
നീ അഞ്ജലിയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അറിയാലോ, ഈ അമ്മ നിന്നോട് ഇതുവരെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്റെ മോൻ അമ്മയുടെ ഈ ആഗ്രഹം സാധിച്ചു തരണം. എനിക്ക് ഉറപ്പുണ്ട് അവൾ തിരിച്ചു വരും. നിന്റെ പണം തിരിച്ചു തരികയും ചെയ്യും. എന്റെ മോൾക്ക് ആരെയും പറ്റിക്കാൻ കഴിയില്ല. അവളെ ഞാനത് പഠിപ്പിച്ചിട്ടില്ല. നിന്റെ പണം പോകുന്നുള്ള പേടി നീ അങ്ങ് കളയേ. കിട്ടും കിട്ടുമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കിഴക്കോട്ട് നോക്കി ഇരുന്നാ മതി. കിട്ടും. നടന്നില്ല. എന്തായി കാര്യങ്ങളൊക്കെ? ആ ഓഫീസർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വന്നിരുന്നു. ആര്? CI ദക്ഷയോ? ആ അതെ. ഒന്ന് സൂക്ഷിക്കണം, അവൾ ആളൊരു തീപ്പൊരിയ. റോഡിലിറങ്ങി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തല്ലി ഒതുക്കുന്നത് മുതൽ പ്രമാദമായ കൊലക്കേസുകൾ തെളിയിക്കുന്നതിൽ വരെ കഴിവ് തെളിയിച്ച ആളാണ് ഈ ദക്ഷ. കേരള പോലീസിലെ പെൺപുലി. മനസ്സിലായി. അവരുടെ നോട്ടത്തിലും നടത്തത്തിലും സംസാരത്തിലും ഒക്കെ എല്ലാം സംതിങ് സ്പെഷ്യൽ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അഞ്ജലിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് CI ദക്ഷ എന്തു പറഞ്ഞു? അവരാരോടും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാ സത്യം. എല്ലാം ഉള്ളിൽ വെച്ച് പെരുമാറുന്ന തരത്തിലുള്ള ഒരു പ്രകൃതം. ഞാൻ പറഞ്ഞത് എത്ര കറക്റ്റാണ്? അവർക്ക് എന്നെ എന്തോ സംശയമുള്ളത് പോലെ. അല്ല, അങ്ങനെ തോന്നാൻ കാരണം? ഇവിടെ അന്വേഷണത്തിന് വന്ന ശേഷം മുതലുള്ള അവരുടെ ചലനങ്ങള്, നോട്ടം, കുറച്ച് വാക്കുകളിലുള്ള സംസാരം, അതെന്തോ എനിക്ക്. അങ്ങനെയാണെങ്കിൽ നീ സൂക്ഷിക്കണം. ഞാൻ സത്യസന്ധമായി നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? അഞ്ജലിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? എന്റെ പൊന്ന് ചാച്ച, മനസ്സാ വാച കർമ്മണ ഞാൻ അറിയാത്ത കാര്യമാണത്. ഡാഡാ, നീ വെറുതെ ആണയുടെയൊന്നും വേണ്ട. അത്യാവശ്യം കള്ളത്തരങ്ങളൊക്കെ കയ്യിലുള്ള ആളായതുകൊണ്ട് ചോദിച്ചു എന്നേയുള്ളൂ. ചാച്ച, ഈ കാര്യത്തിൽ ഞാൻ ചാച്ചനോട് കള്ളം പറയൂ? അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളെ കടത്തിക്കൊണ്ട് പോയിട്ട് എന്ത് പ്രയോജനമുള്ളേ? നീ പറഞ്ഞതൊരു പോയിന്റ്. അവളെ കടത്തിക്കൊണ്ടുപോയത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ അവളെ കടത്തിക്കൊണ്ടുപോയാൽ പ്രയോജനമുള്ള വേറെ ആരെങ്കിലും ഉണ്ടാകും. അതാര്? അതാരാണെന്ന് കണ്ടുപിടിക്കണം. അഞ്ജലിയെ കടത്തിക്കൊണ്ടുപോയാൽ അവർക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ല, അങ്ങനെ ചെയ്യുന്നോണ്ട് നമുക്കെന്താ പ്രയോജനം ചാച്ച? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് നീ കേട്ടിട്ടില്ലേ? ഈ കേസിൽ നാളെ പോലീസ് നിന്നെ സംശയിക്കുകയും നിന്റെ നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അപ്പോ നിനക്ക് പ്രതിയെ ചൂണ്ടിക്കാണിച്ച് രക്ഷപ്പെടാമല്ലോ. നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നിരപരാധിയായ നീ പ്രതിയാകും. കൂട്ടത്തിൽ നിന്റെ പിന്നിലുള്ള എല്ലാ രഹസ്യങ്ങളും വെളിവാകും. അതോടെ അഞ്ജലിയെ കടത്തിക്കൊണ്ടുപോയ കേസിന് മാത്രമല്ല, ആൾമാറാട്ടത്തിനു കൂടി നീ അകത്തു പോകേണ്ടി വരും. അതുകൊണ്ട് നീ നല്ലോണം സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞതുപോലെ അഞ്ജലിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നുള്ള സത്യം കണ്ടുപിടിക്കുകയും വേണം. പക്ഷേ അതൊക്കെ ഒരുപാട് മെനക്കേടുള്ള കാര്യങ്ങളല്ലേ ചാച്ച? തൽക്കാലം ഞാനൊരു കാര്യം ചെയ്യാം. അഞ്ജലി മടങ്ങി വരുന്നവരെ ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നാലോ? മണ്ടത്തരം പറയാതെ. നീ ഇപ്പോ ഇവിടെ നിന്ന് മുങ്ങിയാൽ അഞ്ജലിയെ കാണാതായതിന് പിന്നിൽ നീ തന്നെയാണെന്ന് സംശയിക്കും. പിന്നെ നിനക്ക് വേണ്ടി വലവിരിക്കും ആ CI ദക്ഷ.
വലയിൽ ഒരുപക്ഷെ വീഴുക ഞാനും അവളുമായിരിക്കും.